ബാൽക്കോയ് മാർക്കറ്റിൽ പോകുന്നത്, ഏറ്റവും വില കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നത്. പിന്നെ ഞാൻ അവിടെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചാൽ നമ്മൾ ബാൽക്കോയിൽ വന്നിട്ട് 5ാമത്തെ ദിവസമായി. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ ഇവിടുത്തെ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. ബാൽക്കോയിലായിരുന്നു മാർക്കറ്റ്, അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ പച്ചക്കറിക്കൊക്കെ എന്താ വിലയെന്ന് അറിയാമോ? ഭയങ്കര വില കുറവാണ്. നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഇവിടുത്തെ വില കാണണം, ഭയങ്കര വില കുറവാണ്. ഇവിടെ 1 കിലോ മത്തങ്ങയ്ക്ക് 15 രൂപയാണ്. 1 കിലോ മത്തങ്ങയ്ക്ക് 15 രൂപയാണ്. അങ്ങനെ 2 കിലോ മത്തങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെയാണ് നമ്മൾ പോയത്. പക്ഷെ ഇന്നലെ ഇൻട്രോ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രി ഞാൻ ഇൻട്രോ വീഡിയോ എടുത്തതായിരുന്നു. പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങളാണ്, ആ വീഡിയോ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ ഇന്നാണ് ഞാൻ എടുക്കുന്നത്. രാവിലെ തന്നെ ഇൻട്രോ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. കാര്യം ഈ വീഡിയോ വൈകുന്നേരം തന്നെ അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. നടക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും ഇന്നലെ നമ്മൾ ബാൽക്കോ മാർക്കറ്റിൽ പോയി എന്തൊരു തിരക്ക് മാത്രമല്ല, ഇവിടെ ദിവസവും ഈ പൈസയ്ക്കല്ല കൊടുക്കുന്നത്. ആഴ്ച 2 or 3 ദിവസം കണ്ട് ഭയങ്കര വില കുറവാണ്. കുഞ്ഞുമ്മ അങ്ങോട്ട് പോയപ്പോൾ മത്തങ്ങയ്ക്ക് നമ്മൾ ആദ്യം മേടിക്കാൻ നേരത്ത് മത്തങ്ങയ്ക്ക് 1 കിലോയ്ക്ക് 15 രൂപയായിരുന്നു. നമ്മൾ തിരിച്ചെല്ലാം മേടിച്ച് തിരിച്ചു വന്നപ്പോഴത്തേന് മത്തങ്ങയ്ക്ക് 1 കിലോ 10 രൂപയായിരുന്നു. എന്ന് വെച്ചാൽ ഇവർ രാത്രി ആകുമ്പോഴത്തേന് തീരാവുന്ന സമയം ആകുമ്പോഴത്തേന് ചെല്ലുമ്പോഴത്തേന് ഭയങ്കര പൈസ കുറവാണ്. ആദ്യം ചിലപ്പോൾ 30 രൂപ പറയും. പിന്നെ നമ്മൾ സമയം പോകുന്തോറും കുറയുന്നതായിരിക്കും. എന്തായാലും ഞാൻ ഇന്നലെ പോയ വീഡിയോ എല്ലാം ഞാൻ ഇന്നലെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് എങ്ങാണ്ടേ ഉള്ളത്. എന്നാലും എനിക്ക് ഭയങ്കര ആളായിരുന്നു. അതുകൊണ്ട് എനിക്ക് എപ്പോഴും ഫോൺ എടുത്ത് ഇങ്ങനെ പിടിച്ചോണ്ട് കിടക്കാൻ ഭയങ്കര നാണക്കേടായിരുന്നു. എന്നാലും കുറേയൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് ഇൻട്രോ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇൻട്രോ വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു 3 മിനിറ്റേ ഉള്ളൂ. ശ്രീലക്ഷ്മി എപ്പോഴും പറയാം എൻ്റെ വീഡിയോ ഭയങ്കര ചെറുതാണ്, 3 മിനിറ്റ് 2 മിനിറ്റ് 5 മിനിറ്റേ ഉള്ളൂ, കുറച്ചും കൂടെ നീ ലെങ്ത് ആക്കണം എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ ഇന്ന് വൈകുന്നേരം എന്നിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോവുകയാണ്. വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമ ഇവിടെ ഒരു തിയേറ്ററിൽ പോവാണ്. അപ്പൊ അതും കൂടെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഈ 2 കാര്യങ്ങൾ ഒരു വീഡിയോയ്ക്കകത്ത് വരികയും ചെയ്യും, വീഡിയോ ഇച്ചിരി ലോങ് ആവുകയും ചെയ്യുമല്ലോ. കുഞ്ഞു വീഡിയോ ആയിട്ട് കാണുമ്പോഴത്തേനും ചിലവർക്കൊക്കെ ഇപ്പം ഭയങ്കര ബോർ. ഞാൻ വിചാരിച്ചു ഇപ്പം എൻ്റെ വീഡിയോ എല്ലാം 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് അങ്ങനെയല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരട്ടെ എന്ന് വിചാരിച്ച് ഇന്നത്തെ വൈകുന്നേരത്തെ നമ്മൾ സിനിമയ്ക്ക് പോകുന്നത് കൂടെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗിനകത്തുള്ളത് നമ്മൾ ബാൽക്കോയ് മാർക്കറ്റിൽ പോകുന്നത്, ഏറ്റവും വില കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു അടിപൊളി 2 ജിംക മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഞാൻ ജിംക എടുത്ത് വെക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ മറന്നു. യാത്രയായതുകൊണ്ട് ഇനി എനിക്ക് തിരിച്ചു പോകാൻ വയ്യാത്തത് കൊണ്ട് ഞാനിപ്പം നിങ്ങളെ അത് കാണിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അല്ലേ? ഓക്കെ. ഞാനും കുഞ്ഞമ്മയും കൂടെ ബാൽക്കോ മാർക്കറ്റിലോട്ട് പോവുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ്, രാത്രിയാണ് പോകുന്നത്. ആദ്യം തന്നെ ചെന്നപ്പോൾ തന്നെ മത്തങ്ങയായിരുന്നു 15 രൂപയായിരുന്നു കിലോയ്ക്ക്. അങ്ങനെ ഞങ്ങൾ 2 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ക്യാബേജാണ് കണ്ടത്. ക്യാബേജിന് 10 രൂപ എങ്ങാണ്ടേ ഉള്ളായിരുന്നു. ക്യാബേജും മേടിച്ചിട്ടുണ്ടായിരുന്നു. 1 കിലോയുടെ ഒരു ക്യാബേജ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പയറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്ത് നമ്മൾ വെണ്ടയ്ക്ക് മേടിക്കാമല്ലോ എന്ന് പറഞ്ഞ് പോയപ്പോൾ അവിടെ വെണ്ടയ്ക്കും 10 രൂപ ഉള്ളായിരുന്നു കിലോ. അങ്ങനെ കുറച്ച് വെണ്ടയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വഴുതനയുടെ അടുത്തോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി വില കൂടുതലായിരിക്കും എന്ന് വിചാരിച്ചെങ്കിലും കൂടുതലൊന്നും അല്ലായിരുന്നു. 5-10 രൂപയായതേ ഉള്ളായിരുന്നു. പിന്നെ കുറച്ച് ബീൻസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ബീൻസിന് 20 രൂപയായിരുന്നു. അതിന് മാത്രം ഇച്ചിരി വില കൂടുതലായിരുന്നു. പിന്നെ ഒരു സംഗതിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ചേട്ടൻ എടുക്കുന്നത്, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല ഗൈസ്. ഞാൻ വിചാരിച്ചു എനിക്കറിയാവുന്നതാണ്. പിന്നെ ഏതാണ്ടോ നമ്മുടെ ക്യാരറ്റ് പോലെ ഇരിക്കുന്ന ഈ സംഗതി ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഇച്ചിരി വില കൂടുതലായതുകൊണ്ട് മേടിച്ചില്ല. പിന്നെ ക്യാബേജ് മേടിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഒരു ക്യാബേജും കൂടെ, ഫുൾ ക്യാബേജും കൂടെ മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴാണെങ്കിൽ അവിടെ വില കൂടുതലായിരുന്നു. പിന്നെ വേണ്ടെന്ന് പറഞ്ഞ് നമ്മളിഞ്ഞ് പോയിരുന്നു. അത് കഴിഞ്ഞ് പയറിന് 5 രൂപ കണ്ടേ ഉള്ളായിരുന്നു. 1/2 കിലോ 5 രൂപ കണ്ടേ ഉള്ളായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ 1/2 കിലോ പയർ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു മാർക്കറ്റ്. അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുഞ്ഞമ്മടുത്ത് പറയുകയും ചെയ്തു ഭയങ്കര ആളല്ലോ എന്ന്. അപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞു ഇതൊന്നും അല്ല ആൾ, ഇതിൽ ഭയങ്കര ആളായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പൊട്ട് മേടിക്കാൻ വേണ്ടി കയറി. കുഞ്ഞമ്മയ്ക്ക് ഒരു പൊട്ട് വേണം എന്ന് പറഞ്ഞാൽ കുഞ്ഞമ്മയുടെ പൊട്ട് കണ്ടില്ല. അതുകൊണ്ട് ആ മേളിൽ തൂക്കിയിട്ടേക്കുന്ന മാലകൾ കണ്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഞാൻ ഇടത്തില്ലല്ലോ. ഇവിടെ എനിക്ക് വില കൂടുതലായിട്ട് തോന്നിയ കാര്യം എന്ന് വിചാരിച്ചത് നാരങ്ങയാണ്. ഇത്രയും നാരങ്ങയ്ക്കും കൂടെ 20 രൂപയാണ്. നമുക്ക് ഇതിലും കൂടുതൽ 20 രൂപയ്ക്ക് നാട്ടിൽ കിട്ടുമല്ലോ. പിന്നെ ഇഞ്ചിക്ക് ഇച്ചിരി വില കൂടുതലാണെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, വലിയ വില വ്യത്യാസമൊന്നുമില്ലായിരുന്നു. പിന്നെ നമ്മൾ കിഴങ്ങ് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. 2 കിലോ കിഴങ്ങിന് എങ്ങാണ്ട് 25 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. 25 രൂപയാണെന്ന് തോന്നുന്നു 2 കിലോ കിഴങ്ങിന്. അതിനുശേഷം സവാള മേടിച്ചു. സവാളയ്ക്കും ആണെങ്കിൽ 2 കിലോ സവാള മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. സവാള മേടിക്കാൻ പോയി. ഇതായിരുന്നു മാർക്കറ്റ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചെരുപ്പ് ഒരു കടയിൽ കണ്ട്. എന്നാൽ പിന്നെ അവിടെ കയറാമല്ലോ എന്ന് വിചാരിച്ചു. ചെരുപ്പ് നോക്കിയപ്പോൾ ഇതിനൊക്കെ 100 രൂപയായിരുന്നു. പിന്നെ ഇതോ അവിടെ ഇരിക്കുന്ന കല്ല് വെച്ച് ചെരുപ്പിന് 300 രൂപയായിരുന്നു. അത് കൊള്ളായിരുന്നു. പിന്നെ പാറൂന്ന് മേടിക്കാൻ നോക്കിയപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. വേറൊരിടത്ത് നിന്ന് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കണ്ടോ, തൂത്തുവാരിയാണ്. ഇതൊരിക്കലും പറ്റില്ല, 150 രൂപയുള്ളായിരുന്നു. പിന്നെ ഈ കൊട്ട കുഞ്ഞമ്മ 3 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു, വെജിറ്റബിളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ചിറങ്ങിയപ്പോഴത്തേനും പോകാമല്ലോ എന്ന് വിചാരിച്ചു ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എവിടെ പോകുമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നപ്പം വിചാരിച്ചു കരിമ്പ് ജ്യൂസ് കുടിച്ചാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ കരിമ്പ് ജ്യൂസ് മേടിക്കാനായിട്ട് പോയി. ഞാൻ ആദ്യമായിട്ടാണ് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ല ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കുടിച്ചപ്പോഴേ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അത് കുഞ്ഞമ്മയ്ക്ക് കൊടുത്തതാണ്. 10 രൂപയുടെയാണ്. ഇപ്പം ഇത്രയും കരിമ്പ് ജ്യൂസിന് 10 രൂപയുള്ളൂ. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. കുറച്ച് കുടിച്ചിട്ട് ഞാൻ കുഞ്ഞമ്മയ്ക്ക് തന്നെ കൊടുത്തു. പിന്നെ കടയിൽ കയറിയിട്ട്
അഖിൽ ചേട്ടനും അപ്പൂസിനും കൂടെ ആപ്പിൾ ജ്യൂസ് മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ആശ്രമത്തിലോട്ട് പോയി. അവിടെ ഒരു ആശ്രമമാണ്. കുഞ്ഞമ്മയുടെ ഒരു കൂട്ടുകാരിയുണ്ട്, അവിടെ താമസിക്കുന്നുണ്ട്. അവരെ കാണാൻ വേണ്ടി പോയതാണ്. അത് മാത്രമല്ല അവിടുന്ന് ഒരു സാധനം കൂടെ മേടിക്കാനുണ്ടായിരുന്നു. അവിടെ നാളെ എന്തോ പാർട്ടി എങ്ങാണ്ട് ഉണ്ടായിരുന്നു. പാർട്ടിയല്ല ഗൈസ്, അവിടെ എന്തോ ഒരു വിശേഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും തിരക്കിലായിരുന്നു, അതിൻ്റേതായ തിരക്കിൽ. പിന്നെ നമ്മളിങ്ങ് തിരിച്ചു വരുന്നു. ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്നായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ സിനിമ കാണാൻ പോവാണ്. ഞാനും അഖിൽ ചേട്ടനും കുഞ്ഞമ്മയും കൂടെ പോവായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പോയെന്ന വഴിക്ക് നമ്മൾ വാൽക്കോയിലാണ് പോയത്. വാൽക്കോയിലല്ല, സോറി, കോർബയിലാണ് പോയത്. കോർബയിൽ ചെന്നപ്പോഴത്തേനാണെങ്കിൽ ഇഷ്ടം പോലെ ഫാക്ടറികളുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു മാളിനകത്തെ തിയേറ്ററായിരുന്നു. പിന്നെ നമ്മൾ താഴെ വണ്ടി വെച്ചിട്ട് മേളിലോട്ട് കയറി പോവായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളവർ പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷമുള്ള സിനിമ വന്നപ്പോൾ ഇവിടെയുള്ള മലയാളികളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഫുള്ളായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫുള്ളാകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 3 പേർക്കും കൂടെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സിനിമ കാണാൻ പോയി. അടിപൊളിയായിരുന്നു സിനിമ ഗൈസ്. അതൊന്നും മാത്രമല്ല, ഇതൊരു തിയേറ്റർ ആണോന്ന് പോലും ഞാൻ തെറ്റിദ്ധരിച്ച് പോയി. ആണോ എന്ന് എനിക്ക് സംശയം വന്നു പോയി, സോറി ഗൈസ്. കാര്യം എന്ന് വെച്ചാൽ അത്ര കിടിലം. ഇതൊരു വാഷ്റൂമാണ് അവിടുത്തെ. നല്ല അടിപൊളി വാഷ്റൂമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് മേടിക്കാമല്ലോ എന്ന് പറഞ്ഞ് ഇതിനകത്തിരിക്കുന്ന 2-3 സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒന്നും പേര് എനിക്കറിയാത്തത് കൊണ്ട് നിങ്ങൾക്കെടുത്ത് ഞാൻ പേര് പറയുന്നില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അൽചേട്ടൻ്റെ ഈ ഷർട്ട് കൊള്ളാമല്ല, ഞാൻ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് പട്ടി ഷോ കാണിച്ചുകൊണ്ടിരുന്നതായിരുന്നു. വീഡിയോ എടുക്കാൻ പറഞ്ഞത് ഞാനായിരുന്നത് കൊണ്ട് ഞാൻ കുറച്ച് ആക്ഷനൊക്കെ ഇട്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ദാണ്ട് ഇത് ഇത്രയാണ് മേടിച്ചത്. പിന്നെ ഒരു പച്ച ലൈസും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ 3 കോഫി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. ഒന്ന് പനീറിൻ്റെ എന്തോ സംഗതിയായിരുന്നു. പിന്നെ ഈ ലൈസും ഉണ്ടായിരുന്നു. അൽച്ചേട്ടന് ഈ പച്ച കളറെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി പോവുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. സിനിമ അടിപൊളിയായിരുന്നു ഗൈസ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ചു ഇന്ന് വീട്ടിലോട്ട് കുറച്ച് താമസിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പതുക്കെയാണ് പോയത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ, ടാറ്റാ.